ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടെ ശരിക്കും നല്ല ചൂടായി തുടങ്ങിയെങ്കിലും ഈവനിങ്സ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ രാവിലെ ഞാൻ ജാക്കറ്റ് ഇടാതെ പുറത്തിറങ്ങാം എന്നും പറഞ്ഞാണ് ശരിക്കും പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കടകളിലോട്ടൊക്കെ പോയിട്ട് വരാം ഗൈസ്. കമോൺ, ഇത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇഷ്ടമായിട്ടുണ്ട് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കമോൺ, നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് TK Maxx-ലാണ്. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുമെന്ന് എനിക്ക് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അതിന് ശേഷം ഞാൻ പ്രൈമാർക്കിലോട്ട് പോകും. അപ്പോൾ നമുക്ക് കമോൺ പോകാം. ഞാൻ TK Maxx-ലോട്ട് പോകുന്ന വഴി തന്നെ നെക്സ്റ്റ് നമ്മുടെ കടയിൽ നമ്മുടെ സമ്മർ കളക്ഷൻസ് വന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിലോട്ട് കയറുന്നത്. ദൈവമേ, ഈ ഒരു ഫ്ലെയർഡ് സ്കേർട്ടിന് 38 പൗണ്ട്. അത് കണ്ടപ്പോഴേ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ഞാൻ എന്താ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോവുകയാണ്. പക്ഷേ കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ കണ്ടു, നമ്മുടെ സമ്മർ ടൈപ്പ് ഡ്രസ്സസ് വന്നായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വേണ്ട ഗൈസ്. ഇവിടെ പൗണ്ട് സ്ട്രെച്ചേഴ്സ് എന്നൊരു കടയുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഓർത്ത്, ഇങ്ങോട്ട് പറഞ്ഞു എപ്പോഴും മറന്നു ഈ കടയെ പറ്റിയിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇവിടെ കയറിയിട്ട് എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ കിട്ടുമോ നോക്കാമെന്ന്. ഇവരുടെ ഒരു മോട്ടോ തന്നെ, മോട്ടോയിലേക്ക് ഒരു കാണത്തില്ലേ ഒരു ലൈൻ, ആ ലൈൻ തന്നെ എവരി പെന്നി കൗണ്ട്സ് എന്നാണ്. സോ നമുക്കത് അർത്ഥവക്താവുമ്പോൾ ഒന്ന് നോക്കാം. ത്രെഡ് വെയിറ്റ് ഈ ക്രോഷ ജനയാണില്ലേ, ഇത് ഞാനിങ്ങനെ നോക്കി നടക്കായിരുന്നു. എനിക്ക് ചെയ്യാനല്ല, പോകുമ്പോൾ കൊണ്ടുപോകാൻ. നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നുമല്ല. പക്ഷേ ഇത് കണ്ടോ, നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് വട്ടാണെന്ന്. പക്ഷേ ഞാൻ ശരിക്കും വന്നത് ഈ വേർഡ് സെർച്ച്, സുഡോക്കു ഇങ്ങനത്തെ ബുക്കുകളില്ലേ, ഈ സാധനം മേടിക്കാനാണ് ഞാൻ ശരിക്കും ഇങ്ങോട്ട് ലൈക്ക് TK Maxx-ലോട്ടൊക്കെ പോകാമെന്ന് ഓർത്തത്. അപ്പോൾ എനിക്കിത് ഇവിടെ നിന്ന് തന്നെ കിട്ടി. വേറൊന്നും കൊണ്ടിട്ടല്ല, സമയം പോണ്ടേ. നോക്കട്ടെ. ഞാൻ നോക്കി വന്നത് സുഡോക്കു ഒക്കെയാണ്. പക്ഷെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വേണ്ട സുഡോക്കു ഇല്ല. ഇവിടെ വേർഡ് സെർച്ച് അത് ഇതൊക്കെയാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ നോക്കട്ടെ, കുഴപ്പമാണത്. ഞാൻ എന്തെങ്കിലും തപ്പട്ടെ. അപ്പോൾ വരാം ഗൈസ്. അപ്പോൾ ഞാൻ എന്താ അവിടെ നിന്ന് എനിക്കൊരു സാധനം കിട്ടി, ഞാനത് മേടിച്ചു ഇറങ്ങി. പിന്നെ ഞാൻ TK Maxx-ലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ ഇപ്പോൾ കഴിക്കാൻ കയറി. ഞാൻ TK Maxx പോയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്ത. ഞാൻ നോക്കിയായിരുന്നു, ഉണ്ടെങ്കിൽ കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. എനിക്ക് വേണ്ട സാധനമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എപ്പോഴും വരുമ്പോൾ നോക്കാം. പ്രൈമാർക്കിലും ഞാൻ ഇന്ന് പോകണില്ല. ഇവിടെ ബോബ ടീ കിട്ടുന്ന ഒരു കടയുണ്ട്. ബോബ ടീ, കോഫി, പല പല ഫ്ലേവറിൽ. സോ അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ബോബ ഡ്രിങ്ക് മേടിച്ചിട്ട് വെയിറ്റ് ചെയ്യണം അത് കിട്ടാൻ. അത് കിട്ടിയിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ കിട്ടുമ്പോൾ വരാൻ ഞാനിപ്പം ഈ ബോബ ടീ മേടിച്ച് കാസ്കേഡ്സിന് ഇറങ്ങി ഗൈസ്. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഞാൻ എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും രണ്ട് സ്ഥലത്തും ഇല്ലാത്തത് കാരണം ഞാൻ ഇവിടെ നിന്ന് രാജി വയ്ക്കുകയാണ് ഗൈസ്. അടുത്ത് ഞാൻ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് വിട്ട് വരാൻ ഭയങ്കര പാടാണ് ഗൈസ്. എന്താണെങ്കിൽ എത്ര ചുരുട്ടിയത് അങ്ങനെ ഒറ്റയിട്ടിട്ട് വന്നാൽ ദേഷ്യം വന്നാൽ കഴിക്കാം. നല്ലതാണ് കഴിച്ചത്. എൻ്റെ പേര് നൂഡിൽസ് സ്പൈസി സോസ് വിത്ത് ചിക്കൻ ഓൺ ബോൺസ്. ഞാൻ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ, അതിന് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ കഴിച്ചാൽ ഇപ്പോഴും തന്നെ കഴിക്കണം. ഇപ്പോഴൊന്നും ട്രൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട്. പക്ഷെ നല്ലതാണ്. ഇതിന് ശരിക്കും ഇഷ്ടമാണ്. വിത്തിൻ്റെ പോകാൻ ഞാനിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങി കഴിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് പൊട്ടി പോകാൻ പോലെ തോന്നിയിട്ട് ഞാൻ അവസാനം കുറച്ച് എനിക്ക് ബാക്കിയൊക്കെ ഇഷ്ടമില്ലാത്ത പക്ഷേ അതിനെ കൂടെ കഴിക്കാൻ പറ്റാനുള്ളായിരുന്നു ഗൈസ്. ഇന്നത്തെ ദിവസം പുറത്തിറങ്ങി ശരിക്കും പറഞ്ഞാൽ ഇതിനടുത്ത് പോകണം, ഇവിടെ പോകണം, അവിടെ പോകണം എന്ന് ഇറങ്ങിയെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഫ്രഷ് എയർ വേണമായിരുന്നു. അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ കുറേ ഇത് കണ്ടാ നിങ്ങൾ ഈ സാധനം കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക്
ഭയങ്കര ആശ്വാസം. സത്യം പറഞ്ഞാൽ ഷിഫ്റ്റിന് പോകുമ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേന് നിൽക്കുകയല്ലേ, പിന്നെ അതുപോലെ പുറത്തിറങ്ങുമ്പോഴും അധികം ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ല ഇപ്പോൾ വരെ നോക്കൂ ഗൈസ്, പൂക്കൾ, വെള്ളപ്പൂക്കൾ. എനിക്ക് പ്രാന്താണെന്ന് തോന്നും, പക്ഷെ പേടിക്കട്ടെ, എനിക്ക് പ്രാന്തൊന്നുമില്ല. ഞാൻ ഫൈൻ. കുറേ ഞാൻ ആദ്യം ഈ ഒരു പാർക്കിൽ പറഞ്ഞത്, പാർക്കല്ല ഇത്, കുഞ്ഞൊരു വാക്ക് വേ ആണ്, ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പിലോട്ടുള്ള. പക്ഷേ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്ന് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചേരം ഇങ്ങനെ നടക്കാം. അതുപോലെ ഞാൻ ചിലപ്പോൾ സുബന്ധിച്ചിട്ട് വീട്ടിലോട്ട് പോവും, എവിടോട്ടേലൊക്കെ ഞാൻ പോവും, എന്നിട്ട് വീട്ടിൽ പോവും. അപ്പോൾ ഇത്ര ഉണ്ട് ദിവസം. ഇത് ഞാൻ വീഡിയോ ഒക്കെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇറങ്ങി കടകളിൽ കയറി. പക്ഷേ ഒരു കടയിൽ ഞാൻ സാധനം മേടിച്ചേ. അതെന്താണ് ഞാൻ പറയാത്തത് വീഡിയോയിൽ, കാരണം അത് ഗിഫ്റ്റാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പോയി പറയാത്തത്. അപ്പോൾ അത് മാത്രം കിട്ടി. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ തെണ്ടിപ്പറക്കി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ.